ചങ്ങായിമാരെ, വീണ്ടും നമ്മളെ സംഖ്യയുടെ എല്ലാമായ നുസ്രത് ജഹാൻ അന്തർജനമില്ലേ, മുസംഗിണി നുസ്രത് ജഹാൻ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ദിവസം രണ്ടു നേരം നുസ്രത് ജഹാൻ മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചില്ലെങ്കിൽ നുസ്രത് ജഹാന്റെ ഭക്ഷണം സംഖ്യകൾ കൊടുക്കൂല. എന്തായാലും നമ്മുടെ എക്സ് മുസ്ലിമായ നുസ്രത് ജഹാൻ അന്തർജനം എന്താണ് മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. വാ. നമസ്കാരം, ഞാൻ ഡോക്ടർ നുസ്രത് ജഹാൻ. റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിൽ കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം 21-ാം തീയതി കണ്ണൂരിൽ വെച്ച് സംസ്ഥാന കൺവെൻഷനിൽ ഞങ്ങളുടെ കേന്ദ്രമന്ത്രിയും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റുമായ മന്ത്രി ശ്രീ രാംദാസ് അത്തേവാല എനിക്ക് കേരളത്തിന്റെ ചാർജും കൂടി അഡീഷണൽ കേരള പ്രസിഡന്റ് ഫോർ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക്കൻ പാർട്ടി സംഘീണി എന്ന് പറയാൻ വേണ്ടി നാണക്കേടുള്ളതുകൊണ്ട് ഇട്ട പേരാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. ആ പാർട്ടിയിൽ ആകെയുള്ളത് എത്ര ആൾക്കാരെന്നറിയാം? 3 ആൾക്കാർ. എന്നിട്ട് സംഘികൾ എന്താ ഇവർക്ക് എക്സ്ട്രാ ജോലി കൊടുത്തോലും. എന്താണ് എക്സ്ട്രാ ജോലി എന്നറിയാം? ചാണകം കൊണ്ടുവന്ന് ചാണകം കയറ്റിയേക്കുന്ന ജോലി. അതാണ് സംഘികൾ ഇവർക്ക് കൊടുത്ത എക്സ്ട്രാ ജോലി. ഇനി നമുക്ക് മുസംഗിണി പറഞ്ഞ കാര്യപ്രധാനമായ വർഗീയത കേട്ടിട്ട് വന്നാലോ. ബാ. വളരെ സന്തോഷമുണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ പോസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം 2 ബേസ്ഡ് ഡൽഹിയിൽ നിന്നുകൊണ്ട് ഇവിടെയും വന്നു പോയി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ വന്ന് തേമ്പി തുടയ്ക്കുന്ന കുറേ കൂട്ടരുണ്ട്. അവരോട് പറയാനുള്ള ഞാനൊരു MP മത്സരത്തിനോ ഒരു MLA മത്സരത്തിന് സീറ്റ് കിട്ടാനോ വേണ്ടിയല്ല ഈ RPയുടെ കേരള പ്രസിഡന്റ് സ്ഥാനമെന്ന പദവി കൂടി നാഷണൽ വൈസ് പ്രസിഡന്റിനോടൊപ്പം ഏറ്റെടുത്തത്. ഇവിടുത്തെ മതരാഷ്ട്രം ഉണ്ടാക്കുന്നവരുടെ രാഷ്ട്രീയം പൊളിക്കാൻ തന്നെയാണ് ഞാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. മനസ്സിലായല്ല? മതരാഷ്ട്രം ഉണ്ടാക്കുന്നവരാ പൊളിക്കാനാണ് ഡൽഹിയിൽ നിന്ന് നുസ്രത് ജഹാൻ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്റെ തള്ളെ, സോറി, നുസ്രത് ജഹാൻ അന്തർജനമേ, മതരാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ ആരാണ് ശ്രമിക്കുന്നത്? സംഘികളല്ലേ അതിനുവേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ സംഘികളെ തന്നെ തകർക്കുമെന്നാണോ? എന്താണ് നുസ്രത് ജഹാനെ ഉണ്ട ചോറിന്റെ നന്ദിയെങ്കിൽ നിങ്ങൾ സംഘികളോട് കാണിക്കണ്ടേ? പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ല നുസ്രത് ജഹാൻ അന്തർജനം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടാ. നുസ്രത് ജഹാൻ അന്തർജനം കേരളത്തിൽ വന്നത് MP ആകാനോ MLA ആകാനോ ഒന്നുമല്ല. അവരങ്ങനെയുള്ള യാതൊരു ഉദ്ദേശത്തോടും കൂടിയല്ല സംഘികളുടെ കൂടെ കൂടിയത്. അല്ലെങ്കിൽ ഇവരിപ്പോണ്ടില്ല MLA ആകാനും MP ആകാനും കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാല് കേരളക്കാർ അപ്പൊ തന്നെ ജയിപ്പിച്ചിട്ട് ഇവരെ പാർലമെന്റിലേക്ക് വിടും. കാത്തിരുന്നോട്ടെ നുസ്രത് ജഹാന്. നമുക്കിനി 1.5 കിലോന്റെ മേക്കപ്പ് ഇട്ട നുസ്രത് ജഹാൻ അന്തർജനം പറയുന്ന അടുത്ത മൊഴി മുത്തുകൾ കേട്ടിട്ട് വരാം. ഡൽഹിയിൽ ഇരുന്നും പണിയെടുക്കാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ രാജ്യം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ പറയുമ്പോൾ കാശ്മീരിന്റെ 370 ആർട്ടിക്കിൾ പൊളിച്ചു കളഞ്ഞപ്പോൾ നമ്മൾ കണ്ട തേങ്ങലുണ്ട്. കേരളത്തിന് മാത്രം ഉണ്ടായ കുറെ വേദനകൾ, CAA, NRC, മുത്തലാഖ്, ഇതെല്ലാം വന്നപ്പോൾ പ്രതികരിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ ഇന്ന് കണ്ടുവന്നിരിക്കുന്ന കേരള രാഷ്ട്രീയം, ഇത് ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്ന മൗദൂദികൾ വഹാബികളെയും കൂട്ടുപിടിച്ച് വോട്ട് തേടുന്ന UDF ലീഗ് കൂട്ടുകെട്ടിന്റെ അവിഹിത ബന്ധം തന്നെ വേണം അവരെ പറയാം. ആ അവിഹിത ബന്ധം തകർക്കാൻ തന്നെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിലും കേരള പ്രസിഡന്റ് എന്ന നിലയിലും ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഞാൻ പ്രവർത്തിക്കാം. ഒരിക്കൽ പോലും ഇവിടെ മതരാഷ്ട്രം ഉണ്ടായിക്കൂടാ. കാരണം നമ്മൾ അനുഭവിക്കും. കാശ്മീരിൽ നടന്ന നമുക്കറിയാം, ഇറാനിൽ ഇപ്പൊ നടക്കുന്ന മതരാഷ്ട്രം കൊണ്ടുവന്ന സ്ഥലങ്ങളിലെല്ലാം എന്തായി പെൺകുട്ടികൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിഞ്ഞ് കറുത്ത ചാക്ക് വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്ന പെൺകുട്ടികളെ നമ്മൾ കണ്ടു. ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ കേരളത്തിൽ ഉണ്ടാക്കേണ്ടത്. അതുപോലെ നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് നമ്മൾ പർദ്ദയിട്ടവരെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ നുസ്രത് ജഹാൻ അന്തർജനമേ, നിങ്ങൾ പർദ്ദയിട്ടവരെയും കണ്ടില്ല, പർദ്ദയിട്ടവരെ കാണുമ്പോൾ കുരുവട്ടുന്ന ഉത്തരേന്ത്യ സംഘികളെയും കണ്ടില്ല, മതരാഷ്ട്രം ഉണ്ടാക്കാൻ നോക്കുന്ന സംഘികളെയും കണ്ടില്ല, നിങ്ങളൊരു മണ്ണാങ്കട്ടിയും കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ അടുത്ത തന്നെ ഒരു കാര്യം കാണും. അഥവാ സംഘികളുണ്ടല്ല ഈ ഇന്ത്യ ഒരു സംഘിരാഷ്ട്രമാക്കിയിട്ടുണ്ടെങ്കിൽ ആ സംഘിരാഷ്ട്രം അവരാദ്യം ഒടുക്കാൻ പോകുന്നത് നിങ്ങളെ ആയിരിക്കും. കാരണം അവർക്കറിയാം സ്വന്തം സമുദായത്തെ ഒറ്റുന്ന നിങ്ങളെ പോലെയുള്ളവരാ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ലെന്ന് സംഘിയക്കറിയാം. അതുകൊണ്ട് സംഘികള് ഇതൊരു സംഘിരാഷ്ട്രമാക്കിയിട്ടുണ്ടെങ്കിൽ അവരാദ്യം ഓട്ടിക്കുക നിങ്ങളെ തന്നെ ആയിരിക്കും. ആ കാഴ്ച നിങ്ങൾ ഓടുന്ന കാഴ്ചയുണ്ടല്ല, അത് നിങ്ങൾക്ക് അടുത്ത് തന്നെ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾ NRCന്റെ കാര്യമെല്ലാം പറഞ്ഞല്ല. ഇപ്പൊ NRCയും പുതിയ വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ട് ആരാണ് ബുദ്ധിമുട്ടതെന്നും അതിൽ നിന്ന് എത്രമാത്രം മുസ്ലിങ്ങളുടെ പേരുകളാണ് തള്ളിക്കളഞ്ഞതെന്നും ബുദ്ധിയും വിവരവും ബോധമുള്ള എല്ലാരും കാണുന്നുണ്ട്. എന്റെ നുസ്രത് ജഹാൻ അന്തർജനമേ, നമുക്കിനി ബോധം വിവരമില്ലാത്ത ഈ മുസംഗിണി അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടിട്ട് വരാം.
15 കൊല്ലത്തിന് ഇപ്പുറം വന്ന ഒരു ഇസ്ലാമിക ഭരണം എവിടെ നിന്ന് വന്നു? എന്താണ് ഇതിന്റെ ഉദ്ദേശം? കഴിഞ്ഞ ദിവസവും ഒരു നേതാവ്, ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് പറഞ്ഞു മതരാഷ്ട്രം തന്നെയാണ് വലുത്, മതരാഷ്ട്രമാണ് അവർക്ക് വേണ്ടത്, ഇസ്ലാമിക ഭരണം പൂർണ്ണമായിട്ടെങ്കിൽ അവർക്കൊന്നും സ്വർഗത്ത് പോകാൻ പറ്റൂല. ഞങ്ങൾക്ക് ഇവിടെയാണ് സ്വർഗം. എന്റെ പിൻഗാമികളായിട്ട് എന്റെ കൂടെ നിൽക്കാൻ വരുന്ന ഒരുപാട് യുവജനങ്ങൾ, യങ് ജനറേഷൻ, അവരെ ഞങ്ങൾ പലതിലും ഉൾക്കൊള്ളിച്ച് ഇപ്പോൾ വോളിബോൾ ആയാലും ഫുട്ബോൾ ആയാലും പിന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഒക്കെ ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതികൾ ശ്രീ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ കീഴിലുണ്ട്. അതൊക്കെ കേരളത്തിൽ എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താമെന്ന ഒരു പ്ലാനിങ്ങോട് തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കേരളത്തിൽ സ്ഥാനത്തുള്ളത്. മോദിജി പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയാണല്ലേ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? എന്താണ് മോദിജി കണ്ട, എന്താണ് മോദിജി പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച? ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യയാണെന്നുള്ള ആ ചരിത്ര രഹസ്യമോ? അതായത് പുരാണത്തിൽ ഗണപതിയുടെ തല മാറ്റി വെച്ച് എന്ന് പറഞ്ഞ ആ പുരാണത്തിലെ കഥയാണോ നിങ്ങൾ പറഞ്ഞ മോദിജി കൊണ്ടുവന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇന്ത്യയുടെ വളർച്ച? അതുമല്ലെങ്കിൽ BJP ഒരു മന്ത്രി പറഞ്ഞില്ലേ ആദ്യമായി വിമാനം കണ്ടുപിടിച്ചത് നമ്മൾ ഇന്ത്യയാണെന്ന്, അതും പുരാണത്തിലെ പുഷ്പക വിമാനമില്ലേ? ആ വളർച്ചയാണോ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ വളർച്ച? അതുമല്ലെങ്കിൽ കൊറോണ വന്ന സമയത്ത് പാത്രം കൊട്ടിയിട്ട് ഗോ കൊറോണ എന്ന് പറഞ്ഞില്ലേ, അതാണോ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിയ ആ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും വലിയ വളർച്ചയാണോ നിങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? ദയവ് ചെയ്ത് എന്റെ മുസംഗിണി നുസജഹാനെ, ഈ മലയാളികളാ, ഈ കേരളത്തെ മനസമാധാനത്തോടൊന്ന് ജീവിക്കാൻ വിടുവോ? നമുക്ക് നുസജഹാൻ അന്തർചന്ദ്രന്റെ അവസാനത്തെ പൊട്ടത്തൊടും കേട്ടിട്ട് വരാം. മതരാഷ്ട്രം പറയാത്തവര് നാളെ ഇവിടെ അധികാരത്തിലിരിക്കണം. കേരളം നമ്മൾ മതരാഷ്ട്രത്തിന് വിട്ടുകൊടുക്കൂല. ചാക്കിന്റെ ഉള്ളിൽ ഒളിപ്പിക്കുന്ന പെൺകുട്ടികളെ പുറത്തേക്ക് വരിക, വിദ്യാഭ്യാസവും വിവേകമുള്ള പെൺകുട്ടികളെ ലോകത്തിന് മാതൃകയായി സന്തോഷമായി ഹാപ്പിയായി ഇതാണ് സ്വർഗം, ഇവിടെയാണ് ഫ്രീഡം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു ജനതയെ നയിക്കാൻ തന്നെയാണ് ഞാൻ കേരളത്തിലേക്ക് ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് പുറപ്പെട്ടു വന്നിട്ടുള്ളത്. നന്ദി, നമസ്കാരം. എന്റെ നുസജഹാനെ, ഈ കേരളം ഇത്രയും കാലം സ്വർഗം തന്നെയാണ്, ഇത് നമ്മുടെ സ്വർഗം തന്നെയാണ്. ആ സ്വർഗത്തിലേക്ക് നിങ്ങളുണ്ടല്ല നരകാക്കാൻ വേണ്ടി, ഈ സുന്ദരമായ സ്വർഗത്തെ നരകമാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് വരല്ലേ എന്റെ മുസംഗിണി നുസജഹാനെ. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞ നന്ദി നമസ്കാരം ഉണ്ടല്ല, അത് മലയാളികള് നിങ്ങളുടെ എല്ലാ ഉദ്ദേശവും പൊളിച്ച ശേഷം, നിങ്ങൾ ഇവിടെ ഓട്ടിച്ച ശേഷം ഓരോ മലയാളി നിങ്ങളോട് പറയും വന്നതിന് നന്ദി നമസ്കാരം 80 വിട്ടു എന്ന് പറയും. പിന്നെ നിങ്ങളിപ്പോ പർദ്ദനെ ചാക്ക് എന്നെല്ലാം പറ്റി അപമാനിച്ചല്ലോ, ആ പർദ്ദയെടുത്ത് ലോകത്തിന്റെ പല വലിയ വലിയ കമ്പനികളിലും ജോലി ചെയ്തത്, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ഈ പർദ്ദയിട്ട ആ മുസ്ലിം പെൺകുട്ടികൾ തന്നെയാണ് എന്റെ നുസജഹാനെ. എന്തിനാ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പർദ്ദയിട്ട മുസ്ലിം പെൺകുട്ടികൾ കളക്ടറായിട്ടും ഡോക്ടറായിട്ടും എന്തൊക്കെ ഉന്നതമായ ജോലികൾ ചെയ്യുന്നുണ്ട് എന്റെ വിവരം കെട്ട നുസജഹാനെ. നിങ്ങളാണെങ്കിൽ 10 കിലോന്റെ പുട്ടിയിട്ട് അതിലും വലിയ മേക്കപ്പ് ഇട്ടിട്ട് ഇമാതിരി പച്ച വർഗീയത പറഞ്ഞിട്ടും ആ പെൺകുട്ടിയുടെ, ആ പർദ്ദയിട്ട പെൺകുട്ടിയുടെ വിവരത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ പകുതി പോലും അതിന് അടുത്ത് പോലും എത്താൻ വേണ്ടി ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കാൻ നോക്കുന്നത്, ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് അത് സംഘികളാണെന്നുള്ള ബോധം കൂടി എന്റെ നുസജഹാന് വേണം കേട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു മതരാജ്യം, അങ്ങനെ ഒരു സംഘിരാജ്യം ഈ ഇന്ത്യയിൽ ഉണ്ടായാല് ആ സംഘിരാജ്യത്തിന് ആദ്യം സംഘികൾ ഓട്ടിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. ആ മനോഹര കാഴ്ച കാണാൻ വേണ്ടി നമ്മളൊക്കെ റെഡിയായിരിക്കുന്നുണ്ട്. അപ്പൊ 1.5 കിൻഡൽ പുട്ടിയും 1.5 കിൻഡൽ മേക്കപ്പ് ഇട്ടിട്ട് ഇമാതിരി വർഗീയത പറഞ്ഞ സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന എന്നെ നുസജഹാനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.